നമസ്കാരം. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഗതിവിഗതികൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഗൗരവകരമായ പഠനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കർമ്മഫലദാതാവായ ശനി ഭഗവാൻ തന്റെ സഞ്ചാരപഥത്തിൽ വരുത്തുന്ന സുപ്രധാനമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദൃക്പഞ്ചാംഗം അനുസരിച്ച് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ശനിദേവൻ മെയ് 17-ന് രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കും. രേവതി നക്ഷത്രത്തിന്റെ ഭരിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ജ്യോതിഷത്തിൽ ബുധനും ശനിയും സൗഹൃദപരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ശനിയുടെ ഈ നക്ഷത്രമാറ്റം പലരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് കരിയർ, ബിസിനസ് കാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നത് ഉറപ്പാണ്. നിലവിൽ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിദേവൻ വരാനിരിക്കുന്ന മെയ് മാസം 17-ാം തീയതി മുതൽ ബുധന്റെ നക്ഷത്രമായ രേവതിയിലേക്ക് തന്റെ പ്രവേശം നടത്തുകയാണ്. ഒക്ടോബർ 9 വരെയുള്ള ഏകദേശം 6 മാസക്കാലം ശനി ഭഗവാൻ ഈ നക്ഷത്രത്തിലാണ് നിലകൊള്ളുന്നത്. ബുദ്ധിശക്തിയെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കുന്ന ബുധന്റെ നക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ചിന്താപരമായ വ്യക്തതയ്ക്കും കർമ്മരംഗത്തെ പ്രായോഗികമായ മാറ്റങ്ങൾക്കും ഇത് വഴിതെളിക്കും. ജ്യോതിഷത്തിൽ ശനിയെ പ്രവൃത്തി, അച്ചടക്കം, നീതി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുന്നു. അതേസമയം ബുധൻ ബുദ്ധി, ആശയവിനിമയം, ബിസിനസ്, യുക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ബുധന്റെ നക്ഷത്രത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ഉറപ്പാണ്. അവർക്ക് വിജയം നേടാനും കഴിയും. ഈ ഒരു നക്ഷത്രമാറ്റം നിങ്ങളുടെ രാശികളെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മകരം രാശി. ഉത്രാടത്തിന്റെ അവസാന 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ 2 പാദങ്ങൾ. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിന്റെയും കർമ്മശേഷിയുടെയും ഒരു ശക്തമായ ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വേഗതയും വ്യക്തതയും കൈവരുന്നതായി കാണുന്നു. ഇതുവരെ മന്ദഗതിയിൽ മുന്നോട്ടു പോയിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് കൂടുതൽ സജീവമായി നീങ്ങാൻ തുടങ്ങും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് മികച്ച സാമ്പത്തിക നില കൈവരിക്കാൻ സഹായിക്കുന്ന ഘട്ടമായിരിക്കും. സ്വന്തം പരിശ്രമത്തിലൂടെ ധനം സമ്പാദിക്കാൻ പുതിയ വഴികൾ തുറക്കുന്നതായി ഞാൻ കാണുന്നു. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുകയും പഴയ കടങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം നേടാനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന സമയമാണിത്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവും കരുത്തും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന കാലഘട്ടമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 6 മാസക്കാലം വളരെ അനുകൂലമാണ്. തൊഴിൽ സംബന്ധമായി ദൂരയാത്രകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ആ യാത്രകൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നതായിരിക്കും. എഴുത്ത്, പത്രപ്രവർത്തനം, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാനുള്ള സാധ്യത വ്യക്തമായി കാണുന്നു. ആരോഗ്യപരമായി നോക്കുമ്പോൾ പൊതുവെ ഇത് നിങ്ങൾക്ക് നല്ല സമയമാണ്. ശാരീരികമായി കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും പല കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യാൻ കഴിയുകയും ചെയ്യും. എങ്കിലും കഴുത്തിനും തോൾഭാഗങ്ങൾക്കും ചെറിയ വേദനകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജോലി ചെയ്യുമ്പോൾ ആവശ്യമായ വിശ്രമം എടുക്കുന്നത് നിർബന്ധമായും ശ്രദ്ധിക്കണം. മാനസികമായി ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിനാൽ നിങ്ങൾക്ക് പ്രതിസന്ധികളെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നതായി കാണുന്നു. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഘട്ടമായിരിക്കും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. അയൽവാസികളുമായും സഹോദരങ്ങളുമായുമുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും. വിവാഹം, വീടുപണി തുടങ്ങിയ മംഗളകർമ്മങ്ങളിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കുകയും അതിലൂടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്യും. സാമൂഹികമായ ഇടപെടലുകളിലൂടെ പുതിയ വ്യക്തികളെ പരിചയപ്പെടാനും ആ ബന്ധങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമാകാനും സാധ്യതയുണ്ട്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന 3 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാനുള്ള സാധ്യതയും വളരെ ശക്തമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക ഭദ്രത കൈവരികയും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും.
അവിട്ടത്തിന്റെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയും സാഹസികമായ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നതും നിങ്ങളുടെ മനസ്സിന് കൂടുതൽ ശക്തിയും ആത്മവിശ്വാസവും നൽകാൻ സഹായകരമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും ഒരേപോലെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ ഈ സമയം ധൈര്യത്തോടെയും വ്യക്തമായ ചിന്തകളോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്കും ഉറച്ച വിജയങ്ങൾക്കും വഴിയൊരുക്കും. കുംഭം രാശിയിൽ അവിട്ടത്തിന്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലും സംസാരത്തിലും കൂടുതൽ നിയന്ത്രണവും സൂക്ഷ്മതയും ആവശ്യമായ ഒരു ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ രേവതി നക്ഷത്രത്തിലേക്ക് മാറുന്നതിലൂടെ ജീവിതത്തിൽ ചില പ്രായോഗികമായ പാഠങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഈ സമയം നിങ്ങൾ ഓരോ കാര്യവും കൂടുതൽ ആലോചിച്ചും ക്ഷമയോടെയും കൈകാര്യം ചെയ്യേണ്ടതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. ധനം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് അനിവാര്യമാണ്. കാരണം അനാവശ്യ ചെലവുകൾ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്ന് മിതമായ ലാഭം ലഭിക്കാമെങ്കിലും പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. കൂടാതെ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതും ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുന്നതും പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന ഘട്ടമായിരിക്കും. എന്നാൽ ജോലിസ്ഥലത്ത് നിങ്ങളുടെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ കൂടുതൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റത്തിനോ ദൂരദേശങ്ങളിലേക്ക് മാറാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്ഥിരതയില്ലാത്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാമെങ്കിലും നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവയെ മറികടക്കാൻ സാധിക്കും. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കണ്ണുകൾക്കും പല്ലുകൾക്കും ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായകരമായിരിക്കും. മാനസികമായ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിനായി കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമാകും. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നിങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ബന്ധുക്കളുമായോ അയൽവാസികളുമായോ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ കരുതൽ നൽകേണ്ട സാഹചര്യം ഉണ്ടാകാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഭാവി കാര്യങ്ങൾക്കോ വേണ്ടി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ അവിട്ടത്തിന്റെ അവസാന 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് അധ്വാനം വർദ്ധിക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നത് ഗുണകരമാകാനും സാധ്യതയുണ്ട്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും പഴയ സൗഹൃദങ്ങൾ വീണ്ടും പുതുക്കാൻ സാധിക്കുകയും ചെയ്യും. പൂരൂരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് യാത്രകൾ ഗുണകരമായി ഭവിക്കുകയും ആത്മീയമായ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ദോഷശമനത്തിനായി നിങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രായോഗികമായ ചിന്തകളും ജീവിത പാഠങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ ക്ഷമയും നിയന്ത്രണവും കൈവിടാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ സമയം ഭാവിയിൽ കൂടുതൽ സ്ഥിരതയും പക്വതയും കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. മീനം രാശിയിൽ അതായത് പൂരൂരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രം. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ നീളുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സവിശേഷമായ ഒരു ഘട്ടമായിരിക്കും. ശനി ഭഗവാൻ നിങ്ങളുടെ രാശിയിൽ തന്നെ തുടരുന്നുവെങ്കിലും ബുധന്റെ നക്ഷത്രമായ രേവതിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും പുതിയൊരു വ്യക്തതയും പക്വതയും കൈവരുന്നതായി കാണുന്നു. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളെയും കൂടുതൽ പ്രായോഗികമായി സമീപിക്കാൻ തുടങ്ങും.
സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക. വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വന്നുചേരാൻ സാധ്യതയുള്ളതിനാൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണം. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ചില ആദായങ്ങൾ ലഭിക്കാമെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുന്ന് വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഈ സമയത്ത് ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും സാക്ഷ്യം വഹിക്കുന്ന ഘട്ടമായിരിക്കും. ബുധന്റെ നക്ഷത്ര സ്വാധീനം ഉള്ളതിനാൽ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ തൊഴിൽ രംഗത്തെ പല പ്രതിസന്ധികളെയും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും കഴിയും. എഴുത്ത്, അധ്യാപനം, ബാങ്കിംഗ്, IT തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കാനുള്ള സാധ്യത വ്യക്തമായി കാണുന്നു. ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അല്പം കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അമിതമായ ജോലിഭാരവും അമിത ചിന്തകളും മൂലം ഉറക്കക്കുറവോ മാനസികമായ പിരിമുറുക്കമോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. കാലുകൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അവഗണിക്കാതെ ശ്രദ്ധിക്കണം. ചിട്ടയായ വ്യായാമവും സമയാസമയങ്ങളിലുള്ള ഭക്ഷണക്രമവും പിന്തുടരുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സഹായിക്കും. കുടുംബവും വ്യക്തിബന്ധങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ സമയം കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ നിങ്ങൾക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാം. ജീവിത പങ്കാളിയുമായി കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായകരമായിരിക്കും. കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകേണ്ട സമയമാണിത്. ആത്മീയമായ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം ഈ സമയത്ത് കൂടുതൽ വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യും. നക്ഷത്രഫലങ്ങളെ പ്രത്യേകം നോക്കുമ്പോൾ പൂരൂരുട്ടാതിയുടെ അവസാന പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് പ്രായോഗികമായ തീരുമാനങ്ങൾ വിജയത്തിലേക്ക് നയിക്കുകയും തൊഴിൽപരമായ തടസ്സങ്ങൾ മാറുകയും ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുകയും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുകയും ചെയ്യും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സ്വന്തം നക്ഷത്രത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം മാനസികമായ വലിയ കരുത്ത് നൽകും. കൂടാതെ പുതിയ പഠന അവസരങ്ങൾ തേടിയെത്താനും സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാജനം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ബുധനാഴ്ചകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായം നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷശമനത്തിന് വളരെ ഗുണകരമായിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആത്മപരിശോധനയും പ്രായോഗികമായ മുന്നേറ്റങ്ങളും ഒരുപോലെ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തതയും സ്ഥിരതയും നൽകുന്ന ഒരു അനുഗ്രഹീത ഘട്ടമായി മാറും.